അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലും മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ജോക്കറിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1.5 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം തൈരും ചേർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തവിടെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സാജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവ കൂടുതലായിട്ട് ചേർക്കരുത് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് 2 ബേ ലീഫും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക് ചതച്ചുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചുകൊണ്ടൊന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാല. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു 4 തണ്ട് വീതം പുതിനയില കട്ട് ചെയ്തതും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഈ മസാലപ്പൊടികളൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അതുപോലെ ചെയ്തെടുക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ അടിയിൽ പിടിച്ചുകൊണ്ട് ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഏകദേശം നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കൻ്റെ എല്ലാ സൈഡിലും മസാല എത്തക്ക വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കണ്ടില്ല, ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വന്നോളും. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചോറൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ ടീസ്പൂൺ വീതം പച്ചമല്ലിയും സാജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ബേ ലീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 7.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളത്തിക്ക് ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ബിരിയാണി ഇല കട്ട് ചെയ്ത് കാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇല ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ സ്റ്റീം ഞാൻ കളഞ്ഞെടുത്തേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടില്ല, നമ്മൾ ചോറൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മസാല ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോറ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വറുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർക്കണില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുള്ള ആൾക്കാർക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ ഒന്ന് അടിച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും വെച്ചുകൊണ്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 15 മിനിറ്റ് ആയ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചോറും മസാലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ആണ്, അതുപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചോറും മസാലയൊക്കെ ഞാനിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനെന്നും പറയണ പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.